അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരു മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ പഴയ വീഡിയോ ഓഡിയോ ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ, അപ്പം അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു സ്റ്റഡി നടത്താം. ഓക്കെ, അപ്പം അത് നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ബിഗ് മൂവ്മെൻ്റ് ആണ്. ബിഗ് മൂവ്മെൻറ്റ് എങ്ങനെ എവിടെ നിന്ന് വരും, അപ്പം എന്തുകൊണ്ടാണ് അതിലോട്ട് തിരിച്ചു വരുമ്പോൾ ഏരിയയിലോട്ട് പഴയ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിലോട്ട് വരുമ്പോൾ അവിടെ എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കുകയാണ്. റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വന്നാൽ മതി. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിക്കും ബോഡിയും. അത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് വിക്ക്, ഇത് വിക്കാണ്, ഇത് ബോഡിയാണല്ലേ. അപ്പം ബോഡി വരെ വന്ന് ബോഡി വരെ നമ്മൾ സോണായിട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോണായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഉണ്ട്, ഇത് നമ്മൾ വിക്കിൻ്റെ അടുത്ത് റെസിസ്റ്റൻസ് വരച്ച് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഭാഗത്തും ഇതിപ്പം ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തേക്കുന്നത്, കണ്ട. അപ്പം ഇവിടെ അത് കണക്ക് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ഇത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ക്യാൻഡിലിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തെ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പം ഈ ബോഡിയും ഈ വിക്കും കൂടെ വേണം നമ്മൾ സോണായിട്ട് വരയ്ക്കാൻ. അപ്പം സോണെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ സോണായിട്ട് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും ആക്ട് ചെയ്തിട്ട് പോവാം. അപ്പം പിന്നെ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചതാണ്. ഇവിടെ ഈ ഒരു പല്ലി ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്യാൻഡിലാണ് വരുന്നത്. അതായത് അന്നത്തെ ദിവസം ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്യാൻഡിൽ. അതുകൊണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ അങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കത്തില്ല, അതിനെക്കുറിച്ച് പിന്നെ പറയാം. എന്തായാലും ഈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് കണ്ട, ഈ ഒരു ഏരിയയിൽ എല്ലാം വന്നിട്ട് ആക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്, കണ്ട. അപ്പോൾ ഇതാണ് ഈ റെസിസ്റ്റൻസിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. അപ്പം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് പോകുമ്പോഴത്തേക്ക് സപ്പോർട്ട് എടുത്ത് ഉണ്ട് ഈ ഒരു ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുകൊണ്ട് എടുക്കാം? ഇതൊരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ച ഏരിയ ആണ് അല്ലേ. അതായത് ഇവിടുന്ന് മാർക്കറ്റ് താഴെ ഈ ഒരു ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ വന്ന് അല്ലേ, ഈ ഒരു ഏരിയ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്താകും? റെസിസ്റ്റൻസ് ആകും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. കണ്ടോ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, അപ്പം ഇവിടെ എല്ലായിടത്തും ആക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ക്യാൻഡിലിൻ്റെ സ്ട്രെങ്തും കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാണ് മൂവ്മെൻറ്റ് പോയേക്കുന്നത് എന്നും കൂടെ നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ പോയി താഴെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് ലോ വെച്ച് ഹൈ വെച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറിപ്പോകും അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ കയറിപ്പോകും മാർക്കറ്റ്, അല്ലെങ്കിൽ ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പോകുന്നത്. ഇപ്പം റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്താ പറ്റും? ലോസ് വരും. ഇവിടെ നമ്മളൊരു 1000 റുപ്പീസ് ഇട്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 20,000 റുപ്പീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വെച്ചോ. മാർക്കറ്റ് മേപ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താവും? ലോസ് ആവും അല്ലേ. അപ്പം 2,000 3,000 നഷ്ടപ്പെടും. ഓക്കെ, മറിച്ച് അവിടെ പ്രോഫിറ്റാണ് വരുന്നതെങ്കിൽ, അവിടുന്ന് താഴോട്ടാണ് വരുന്നതെങ്കിൽ എന്താവും? നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പം ഇവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നല്ല പ്രോഫിറ്റ്, ഒരു 3,000 4,000 5,000. അപ്പം എത്രത്തോളം മൂവ്മെൻറ്റ് താഴോട്ട് വരുന്നോ അത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്. പക്ഷേ നമ്മൾ അത് ഓരോ ചാർട്ടിലും, ലോകത്തുള്ള ഏത് ചാർട്ട് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വരച്ച് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ,
എല്ലാ ഏരിയയിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ വരച്ച് വരച്ച് നോക്കണം. ചെറിയ ഏരിയ ആണെങ്കിൽ പോലും അവിടെയും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ഏരിയയിൽ ഇപ്പം 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ കാണിച്ചേക്കുന്ന ചെറിയ സപ്പോർട്ട് ചെറിയ റെസിസ്റ്റൻസ് അത് നമുക്കിങ്ങനെ വരച്ച് നോക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ വന്ന് നിൽക്കുകയെന്ന് വെച്ചോ, മൂവ്മെൻറ്റ് ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് എവിടെ വരും നോക്കാം. ഇപ്പം എന്താണ്ട് മാർക്കറ്റ് ഇവിടെ വന്ന് നിൽക്കുക, ഇവിടെ നമുക്ക് മൂവ്മെൻറ്റോ കാര്യങ്ങളോ കാണാൻ പറ്റുന്നില്ല. ഇവിടം വരെ മാർക്കറ്റ് നിൽക്കുക. അപ്പോൾ എങ്ങനെ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാം? അപ്പോൾ നമ്മൾ കണ്ട് ഈ ഒരു ഇവിടുന്ന് ഹൈ വെച്ചിട്ട് ഇവിടെ ലോ വെച്ച് പിന്നെ ഹൈ വെച്ച് കണ്ട. അപ്പോൾ ഇവിടാണ് ഇവിടെ സപ്പോർട്ടെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണല്ലേ, ഈ ഒരു ഏരിയ ആണ് സപ്പോർട്ട്, ഈ ഒരു ഏരിയ ആണ് സപ്പോർട്ട് കണ്ടോ. ഓക്കെ, അപ്പം ചെറിയ ചെറിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരെ നമ്മൾ നോക്കി മനസ്സിലാക്കണം. ചെറിയൊരു സപ്പോർട്ട് അതിന് നമ്മൾ ഈ ഹൈ വെച്ച് ഹയർ ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഇപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസ് മാക്സിമം വരച്ച് നമ്മൾ ഓരോ ചാർട്ടിലും ഇതിനെക്കുറിച്ച് വരച്ച് മനസ്സിലാക്കി നോക്കണം. എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആകത്തുള്ളൂ. അപ്പം എല്ലാ ഏരിയയിലും എല്ലാ ചാനലും 1 അവർ ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട ഈ ഒരു നമുക്ക് വരച്ച് നോക്കാം എന്തായാലും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കോ, നമ്മൾ ചുമ്മാ ഒന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് വരച്ച് നോക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ട, അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തത് അത് നമുക്ക് ഒന്ന് നോക്കാം. ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഏരിയ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇത് മൂവ്മെൻറ്റ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ്? അത് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും എല്ലാം കയറുന്നത് കൊണ്ടാണ് ഈ മാർക്കറ്റ് താഴോട്ട് വരുന്നത്, ബ്രേക്ക് ഔട്ട് ആവുന്നത്. പുതിയൊരു ലോ വെച്ചു, അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ പറയാം. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസ്, അപ്പം ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലോട്ട് വന്ന്, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇത്രയും മേളിലോട്ട് പോയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓൾറെഡി ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇവിടുന്ന് ബിഗ് മൂവ്മെൻറ്റ് ഇവിടെ നേരത്തെ ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചായിരുന്നല്ലേ, ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് മേപ്പോട്ട് പോയതായിരുന്നു. അപ്പം ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ സപ്പോർട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇത്രയും ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചത് കൊണ്ടാണ് ഇവിടെ നമ്മൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ 1 ഡേ ക്യാൻഡിൽ ഡേ ക്യാൻഡിലാണ് ടൈം ഫ്രെയിം എടുത്തേക്കുന്ന, ഡേ ക്യാൻഡിലാണ്, അത് മനസ്സിലാക്കണം. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ മാക്സിമം നോക്കണം. ഓക്കെ, എല്ലാ ചാർട്ടിലും നമുക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം 1 അവറിൽ നോക്കുവാണെങ്കിൽ 1 അവർ നോക്കുവാണെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചെറിയൊരു കാര്യമാണ് സപ്പോർട്ട്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഓരോ വീഡിയോയിൽ നമ്മൾ ഇതിന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാര്യം. പിന്നെ അതിലൊരു സംശയം ഉണ്ടാവാനേ പാടില്ല. മാർക്കറ്റ് ഇപ്പം നിലവിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഇവിടെ വന്ന് നിന്ന് സ്റ്റോപ്പ് ആവും നിൽക്കുകയാണ്, ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ ഒന്നും റെസിസ്റ്റൻസ് ഏരിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അത് നമ്മൾ നോക്കരുത്. അതിനു പകരം ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ മാത്രമേ ഒരു എൻട്രി നോക്കാവൂ. കാരണം ഇതൊക്കെയാണല്ലേ വലിയ സപ്പോർട്ട് ഏരിയ അല്ലേ, ഇത്രയാണ് സപ്പോർട്ട് ഏരിയ. ഈ സപ്പോർട്ട് ഏരിയ വരികയാണെങ്കിൽ മാത്രമേ എൻട്രി നോക്കാവൂ. ഇനി അത് നമുക്ക് ചുമ്മാ ഒന്ന് വരച്ച് നോക്കുവാണെങ്കിൽ കണ്ട, ഈ സപ്പോർട്ട് ഏരിയ സോണായിട്ടും കൂടെ വരച്ചിട്ടാലേ മനസ്സിലാകത്തുള്ളൂ. കണ്ട, അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നു? ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ, അപ്പോൾ ഇവിടെ നിന്ന് അറിയാം നമുക്ക് ഇവിടുന്ന് ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ച ഏരിയയാണ്, വലിയൊരു ഏരിയ. ഇവിടെ നിന്നാണ് മാർക്കറ്റ്
ഈ ബയേഴ്സ് സ്ട്രെങ്ത് കാണിച്ച് കയറിപ്പോയേക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു കൈ നോക്കാം അല്ലേ, ഇവിടുന്ന് ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നല്ലൊരു പ്രോഫിറ്റ്, ചെറിയൊരു മൂവ്മെൻറ്റ് തന്നെ നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ, ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് സപ്പോർട്ട് ഏരിയ വന്നു കഴിഞ്ഞാൽ പോട്ട് കയറി എൻട്രി എടുക്കാൻ നോക്കണം. അവിടെ ക്യാൻഡിലിനെ കുറിച്ച് പഠിക്കണം. ക്യാൻഡിലിനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ല, ഈ ഒരു സപ്പോർട്ട് ഏരിയ, ഇതൊരു സപ്പോർട്ട് ഏരിയ. ഓക്കെ, സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചാർട്ടും നോക്കി വരച്ച് മനസ്സിലാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. പക്ഷെ ആദ്യം ഒന്ന് ഇതൊരു സംശയവും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ അത് ഈ വീഡിയോ 2-3 വട്ടം കണ്ടാൽ നമുക്ക് പിന്നെയും അത് കുറച്ച് മനസ്സിലാകത്തുള്ളൂ. അല്ല, ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ബിഗ് മൂവ്മെൻ്റ് ആരംഭിച്ച ഏരിയ, അല്ലെങ്കിൽ വലിയൊരു സപ്പോർട്ട് ഏരിയ, അതായത് ഒരു ഏരിയയിൽ നിന്ന് ബൈയെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്നാണ് ക്യാൻഡിന് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, വലിയ വലിയ ക്യാൻഡിലാണുള്ളത്, അത് നോക്കണം. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നെ അത് ചെറുതായിട്ടൊന്ന് മറിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും ഏത് ചാർട്ടിലും നമുക്ക് ഇത് ചുമ്മാ വരച്ച് നമുക്ക് മനസ്സിലാക്കാം, വളരെ സിമ്പിളായിട്ട് തന്നെ. അപ്പം ഇനി നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചായിരിക്കും ഇനി നമുക്ക് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓരോന്നും നമുക്കൊരു 3-4 കാര്യങ്ങൾ, 3-4 മെയിനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഇത്തരം ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചും സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഹൈ ലോ, ഇത് 3-4 പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ചാർട്ട് ഡെയിലി എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.